ഹായ് ഓൾ, ഇന്ന് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ളൊരു അടിപൊളി ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് ബട്ടർ മസാല എല്ലാവർക്കും ഇഷ്ടമാവും. ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ച ഗ്രീൻ പീസിലേക്ക് ഉപ്പും വെള്ളവും ഒഴിച്ച് ഏകദേശം ഒരു 4-5 വിസിൽ വരുന്നവരെ കുക്കറിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അതിലൊരു ഒരു അരപ്പ് തയ്യാറാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 3 തക്കാളി, പച്ചമുളക്, കാഷ്യൂ നട്ട്സ്, പിന്നെ ജീരകം, വെളുത്തുള്ളി, ഇത്രയും നല്ല മഷി പോലെ വെള്ളം ചേർക്കാണ്ട് നല്ല അടിപൊളിയായിട്ട് അരിച്ചെടുക്കണേ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ആ ബട്ടറിലോട്ട് നമ്മൾ കുറച്ച് ഓയിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ നല്ലപോലെ അത് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് നല്ലപോലെ വഴണ്ട് വരുമ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഇത്രയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ വീണ്ടും വഴറ്റിയെടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴണ്ട് അതിൽ നെയ്യ് തെളിയുന്നത് പോലെ തോന്നുമ്പോൾ അതിലോട്ട് നമ്മൾ തക്കാളിയുടെ പേസ്റ്റ് അരച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ ചേർത്ത് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യാം. കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കുക്ക് ചെയ്ത് കണ്ടോ, നല്ല നെയ്യ് തെളിഞ്ഞ് വരുന്നത് കണ്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആ ഗ്രീൻ പീസിലോട്ട് ഈ ഗ്രേവി നല്ലപോലെ അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു. ഗ്രേവി ഒന്ന് തിക്കായ കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർക്കുന്നതാണ് ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുക. ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തി നല്ലപോലെ പൊടിച്ച് കൈവച്ച് തന്നെ പൊടിച്ച് അതിൽ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ബട്ടറിൻ്റെ ഒരു ചെറിയൊരു ക്യൂബും കൂടെ ഇട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇതിന് കോമ്പിനേഷനായിട്ട് ഞാൻ പൂരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.